ഈ നാലിലും ഹംസയുണ്ട് ഇല്ലേ? ഉണ്ടോ? ഹംസ നാലെണ്ണത്തിലുമുണ്ട്. ഒന്നാമത്തേതിൽ ഹംസ മാത്രമേ, രണ്ടാമത്തേതിൽ അലിഫിനു മുകളിലാണ് ഹംസ, അതിനുശേഷം യാഇനു മുകളിലാണ് ഹംസ, അതിനുശേഷം വാവിനു മുകളിലാണ് ഹംസ. മനസ്സിലായോ? ശരി. ആ എന്ന് 4 രൂപത്തിൽ എഴുതും എന്ന് മക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇന്ന് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഞാൻ എൻ്റെ മുല്ലപ്പൂ മക്കൾക്ക് ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. കഥ പറയുന്നത് പാട്ടുപാടിക്കൊണ്ടാണ്. ഞാൻ പാട്ടുപാടും, ഒരു കഥയാണത്. ഈ പാട്ട് മക്കൾ കാണാതെ പഠിക്കണമെന്നില്ല, മക്കൾ കേട്ടാൽ മതി. മക്കൾ ഒരു കാര്യം ചെയ്യണം, സ്ക്രീനിൽ ശരിക്ക് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുമല്ലോ? അതെ, മാഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് പാട്ടുപാടി കഥ പറയാം. അൻവറിൻ്റെ വീട്ടിലുണ്ട് 3 കസേര, അലിഫ് വാവ് യാ എന്ന 3 കസേര. അൻവറിൻ്റെ വീട്ടിലുണ്ട് 3 കസേര, അലിഫ് വാവ് യാ എന്ന 3 കസേര. അന്നൊരിക്കൽ 4 ഹംസ വിരുന്നു വന്നു, ആദ്യമൊരാൾ അലിഫിനുമേൽ കയറിയിരുന്നു. അന്നൊരിക്കൽ 4 ഹംസ വിരുന്നു വന്നു, ആദ്യമൊരാൾ അലിഫിനുമേൽ കയറിയിരുന്നു. പിന്നെയൊരാൾ വാവിനുമേൽ കയറിയിരുന്നു, മറ്റൊരാൾ യാഇനുമേൽ കയറിയിരുന്നു. പിന്നെയൊരാൾ വാവിനുമേൽ കയറിയിരുന്നു, മറ്റൊരാൾ യാഇനുമേൽ കയറിയിരുന്നു. കുഞ്ഞു ഹംസ് സീറ്റിനായി ഓടി നടന്നു, സീറ്റ് കിട്ടിയില്ല, താഴെ കുത്തിയിരുന്നു. കുഞ്ഞു ഹംസ സീറ്റിനായി ഓടി നടന്നു, സീറ്റ് കിട്ടിയില്ല, താഴെ കുത്തിയിരുന്നു. മനസ്സിലായോ?